ബോർഡർ 2 ഇന്ത്യൻ സിനിമയിലെ തന്നെ കൾട്ട് ക്ലാസിക്കായ ബോർഡറിൻ്റെ രണ്ടാം ഭാഗം അനുരാഗ് സിംഗ് ആണ് സംവിധാനം ചെയ്തത്. ചിത്രം ഇന്ന് റിലീസ് ചെയ്തു. നമ്മളിപ്പോൾ പടം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ബോർഡറിൻ്റെ റിവ്യൂ നോക്കാം. വെൽക്കം ടു സനി തോട്ട്സ്. ബോർഡറിന് ഒരു രണ്ടാം ഭാഗം അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ബോർഡർ സിനിമയുടെ ഒരു ഭയങ്കര ഫാനാണ്. അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ ഒരു ഒട്ടും എക്സൈറ്റ്മെൻറ്റ് തോന്നിയിരുന്നില്ല ബോർഡറിന് ഒരു രണ്ടാം ഭാഗം എന്ന് പറഞ്ഞപ്പോൾ. മറ്റൊന്നും കൊണ്ടല്ല, ബോർഡർ പോലൊരു കൾട്ട് ക്ലാസിക് സിനിമയുടെ രണ്ടാം ഭാഗം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് റിസ്ക് ഉണ്ട്. പ്രത്യേകിച്ച് JP ദത്ത സാറല്ല ഈ പടം ചെയ്യുന്നത് എന്നുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊട്ടും കോൺഫിഡൻ്റ് ആയിരുന്നില്ല ഈ ഒരു സബ്ജക്റ്റിൽ. പിന്നീട് അത് കഴിഞ്ഞ് ഇതിൻ്റെ കാസ്റ്റൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സണ്ണി പാജി അല്ലാണ്ട് പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ആരും തന്നെ ഈ ഒരു സിനിമയ്ക്ക് സ്യൂട്ടാവില്ല എന്നായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇതിൻ്റെ ഒരു ടീസർ വന്നിരുന്നു. ടീസറും കാര്യമായി എനിക്ക് വർക്കായില്ല. പക്ഷേ അതിനുശേഷം ഒരു ട്രെയിലർ വന്നു. ട്രെയിലർ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് വർക്കായി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഈ പടം ഒന്ന് കണ്ടേക്കാം. അതിനുശേഷം ബോർഡറിൽ അത്യാവശ്യം 2 ഹിറ്റ് പാട്ടുകളുണ്ട്. ഹേ ജാത്തെ ഹുവേ ലംഹോയും പിന്നെ സന്ദേശ് യാത്തെ. ഈ 2 പാട്ടുകളും റീമിക്സ് ചെയ്ത് ഈ സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഈ പടം കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി തോന്നി. അങ്ങനെയാണ് നമ്മൾ ഈ സിനിമയ്ക്ക് വന്നത്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോർഡർ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിഹാസ തുല്യമായ സിനിമയോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ബോർഡർ 2 എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ബോർഡർ എന്ന് പറയുന്ന ഒന്നാം ഭാഗത്തിന് ഒരിക്കലും ഒരു ചീത്തപ്പേരുണ്ടാക്കാതെ നീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ് ബോർഡർ 2. ബോർഡർ എന്ന് പറയുന്ന ചിത്രവും ബോർഡർ 2 എന്ന് പറയുന്ന ചിത്രവും 2 ചിത്രങ്ങളും 1971 ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ നടന്ന വാറിനെ ബേസ് ചെയ്താണ് കഥ പറയുന്നത്. ബോർഡറിന് ഒന്നാം ഭാഗം ലോണാവാലയിൽ നടന്ന ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണെങ്കിൽ ബോർഡർ 2 എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 പേരും ഒന്നിച്ച് നടത്തിയ ഒരു ചെറുത്തുനിൽപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ 3 പേരും രാജ്യത്തിന് കൊടുക്കുന്ന ഒരു യുദ്ധം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഈ 3 പേരും ഇടുന്ന എഫേർട്ടിനെ കുറിച്ച്, ത്യാഗത്തെക്കുറിച്ചാണ് ബോർഡർ 2 പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഒരു വൈഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ബോർഡർ 2നെ കുറിച്ച് സംസാരിക്കാം. പെർഫോമൻസിലേക്ക് വരുമ്പോൾ സിനിമയുടെ സോൾ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ സണ്ണി പാജി തന്നെയാണ്. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ പുള്ളിയുടെ ഇൻട്രോയാണ്. സിനിമ ഏതാണ്ട് ഒരു 3.5 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ ഞാനോ സ്വാഭാവികമായിട്ടും കരുതിയത് കുറച്ച് ടൈം എടുക്കും പുള്ളി വരാനാണ്. പക്ഷേ ഫസ്റ്റ് സീനിൽ തന്നെ പുള്ളി വരാം. അത്യാവശ്യം നല്ലൊരു ഇൻട്രോ കഴിഞ്ഞ് പുള്ളിയാണ് ഈ സിനിമയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുള്ളിനെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു നൊസ്റ്റു ഫീലാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു പാർട്ട്, പുള്ളിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ ഒരു ഹ്യൂമൻ പ്രസൻസ്, ആ ഒരു സ്ക്രീൻ പ്രസൻസ് അതുപോലെ തന്നെ ഈ സിനിമയിൽ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് വരുൺ ധവാനെ കുറിച്ചാണ്. വരുൺ ധവാൻ ഈ സിനിമയിൽ വന്നിട്ടുണ്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പേഴ്സണലി ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം വരുൺ ധവാൻ ഇതുവരെ ചെയ്തിട്ടുള്ള റോളുകളൊന്നും ഒരു ആർമി ഓഫീസറിൻ്റെ റോള് ചെയ്യാൻ ആപ്റ്റല്ല എന്നൊരു ഫീല് നേരത്തെ തോന്നിയിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പുള്ളിയുടെ പ്രകടനം കൊണ്ട് പുള്ളി തെളിയിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വരുൺ ധവാൻ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് മെയിൻ 2 ലീഡിൽ വന്നിട്ടുള്ളത് ദിൽജീത് സിംഗും അഹാൻ ഷെട്ടിയുമാണ്. ഇതിൽ ദിൽജീത് സിംഗും അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം ഹ്യൂമർ, പുള്ളിയുടെ ഒരു ശരിക്കും പുള്ളി ഒരു പഞ്ചാബി തന്നെയാണല്ലോ. അപ്പോൾ ഒരു പഞ്ചാബികളുടെ ഒരു ഇതുണ്ട്. അതായത് ഒരു സീരിയസ് പ്രശ്നം വരുമ്പോൾ അവർ എന്ത് വന്നാലും പിന്നോട്ട് പോവില്ല. അതേപോലെ എപ്പോഴും ഹ്യൂമർ കലർന്നേ സംസാരിക്കുള്ളൂ. ആ ക്യാരക്ടർ നല്ല രീതിയിൽ ദിൽജീത് സിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് അഹാൻ ഷെട്ടിനെ കുറിച്ചാണ്. ബോളിവുഡിൽ സുപ്രധാനം സുനിൽ ഷെട്ടിയുടെ മകൻ. പുള്ളിയുടെ 2ാമത്തെ പടമാണ്. ഒരുപാട് അങ്ങനെ പെർഫോം ചെയ്യാനുള്ള റോള് പുള്ളിക്കില്ല, എന്നിരുന്നാലും ഉള്ള റോള് പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹീറോയിൻ ആയിട്ട് അഭിനയിച്ചവർക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. മോന സിംഗ് ഒക്കെയാണ് നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അവരെല്ലാവരുടെ പാർട്ട് നല്ല രീതിയിൽ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ബോർഡറിൽ ഈ പറഞ്ഞ സപ്പോർട്ടിംഗ് റോളുകൾ ചെയ്തിരുന്നത് കുൽഭൂഷൺ റാണ, സുധീഷ് ബേരി, അതേപോലെ ഉള്ള കുറച്ചറിയാവുന്ന നടന്മാരായിരുന്നു. പക്ഷേ ബോർഡർ 2ലേക്ക് വരുമ്പോൾ അത്ര ഫെമിലിയർ അല്ലാത്ത ആൾക്കാരാണ് സപ്പോർട്ടിംഗ് റോളുകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബോർഡറിലെ ആ ഒരു കാസ്റ്റ് കുറച്ചും കൂടി ഇഷ്ടമായി എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഫെമിലിയർ അല്ലാന്ന് മാത്രമേ ഉള്ളൂ. സപ്പോർട്ടിംഗ് കാസ്റ്റെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, നിങ്ങൾക്ക് വാർ മൂവികൾ ഇഷ്ടമാണെങ്കിൽ, ഈ രാജ്യത്തിന് വേണ്ടി അവർ നടത്തുന്ന ത്യാഗങ്ങളെക്കുറിച്ച് വീണ്ടും കാണാൻ ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. ബോർഡർ എന്ന് പറയുന്ന ലെജൻഡറി ചിത്രം പ്രതീക്ഷിച്ച് പോകരുത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനോട് ഓൾമോസ്റ്റ് നീതി പുലർത്തി ഒരു സീക്വലായിട്ട് മാത്രം ഈ സിനിമയെ കാണുക. അപ്പോൾ ഞാനുൾപ്പെടെ എല്ലാവരും ക്രിക്കറ്റ് കളിക്കാരെയും സിനിമാ നടന്മാരെയും ഒരുപാട് പുകഴ്ത്തുമ്പോൾ നമ്മുടെ ആർമി അല്ലെങ്കിൽ നേവി പോലുള്ളവർ നമുക്ക് വേണ്ടി നൽകുന്ന ത്യാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അവരെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ബോർഡർ 2.